ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് വിയറ്റ്നാം ദനാങ്ങിലെ ബാന ഹിൽസിലാണ്. ഇവിടെ വന്നിട്ട് ഇവിടെ സൺവേൾഡിൽ വന്നിട്ട് ഇവിടെ ഗോൾഡൻ ബ്രിഡ്ജൊക്കെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള കൂട്ടത്തിലൊന്നാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ സൺവേൾഡിൻ്റെ ടിക്കറ്റൊക്കെ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതിന് ടിക്കറ്റ് ചാർജ് വരുന്നത് 1 മില്യൺ അടുപ്പിച്ച് വരുന്നുണ്ട്. അതായത് 9,50,000 വേണ്ടി ഇവിടുത്തെ റേറ്റ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ മണി അറൌണ്ട് ഒരു 3,000 വരും. അപ്പോൾ അതിൽ കുറേ കേബിൾ കാർ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇൻക്ലൂഡഡ് അതിന്റെ ലിസ്റ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. എൻട്രൻസ് നമുക്ക് ഇനി അപ്പുറത്താണ്. നമുക്ക് നേരെ എൻട്രൻസിലേക്ക് നടക്കാം. ഇതാണ് മെയിൻ എൻട്രൻസ്. പക്ഷെ നമ്മൾ കയറുന്നത് അപ്പുറത്ത് കൂടെയാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് നല്ലൊരു ഫോട്ടോ പോയിന്റ് ആണ്. ഫോട്ടോയും വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു പോയിന്റ് ആണ്. ഇതല്ലേ ഓപ്പോസിറ്റ് എല്ലാവരും ഇതിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കും. ഇവിടുന്ന് ഒരു എൻട്രൻസ് ഉണ്ട്, പക്ഷെ അതിപ്പോ ക്ലോസ്ഡ് ആണ്. നമ്മളിപ്പോ ടിക്കറ്റ് കൊടുത്ത് കയറുന്നത് ആ ഒരു സൈഡിൽ കൂടെയാണ്. അതിൽ കയറി ആ സൺവേൾഡിന്റെ മെയിൻ എൻട്രൻസിന്റെ അവിടെ ആയിട്ട് നമുക്ക് വരാൻ പറ്റും. അവിടെ എഴുതിയിട്ട് സൺവേൾഡ് ബാന ഹിൽസ്. അടിപൊളി. പക്ഷേ ഭയങ്കര ചൂടും ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. ഒരു രക്ഷയില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ ആയിട്ട് ബാന ഹിൽസ് ഒക്കെ കേട്ടപ്പോൾ നല്ല വെതറായിരിക്കും, നല്ല തണുപ്പായിരിക്കും വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നുമല്ല, നല്ല ചൂടാണ് ഗൈസ്. ഒരു രക്ഷയില്ല. കുറച്ച് വീഡിയോസും അതൊക്കെ എടുത്തു വന്നപ്പോഴത്തേക്കും ഞാനാകെ പരിപ്പായി. ഓക്കെ, നമ്മളങ്ങനെ എൻട്രൻസിന്റെ അവിടെ എത്തി. സൺവേൾഡ് ബാന ഹിൽസ്. അടിപൊളി ഗൈസ്, കിട്ടലുണ്ട്. നല്ല ഒരു വ്യൂ ആണ് ഇവിടുന്നൊക്കെ നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ കിട്ടില്ല സ്പോട്ട് എന്ന് തന്നെ പറയാൻ പറ്റും. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അതിന്റെ ഫ്രണ്ടാണ് നേരത്തെ ഞാൻ കാണിച്ചത്. ഇപ്പൊ അവിടെ നിന്ന് കയറി നമ്മളിപ്പോ ഈ ചെറിയൊരു ബ്രിഡ്ജിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അകത്തേക്ക് പോവാം. ഇത് ലോങ്സ്റ്റ് നോൺ സ്റ്റോപ്പ് കേബിൾ കാറിനുള്ള വേൾഡ് റെക്കോർഡ് ഇട്ടാണ് ഇവിടുത്തെ കേബിൾ കാർ. അതിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഈ കാണുന്നത്.
ഷോപ്പും സെറ്റ് ചെയ്തേക്കണ എന്ത് ബ്യൂട്ടിയാണെന്നറിയോ. ഭയങ്കര സ്വന്തം ബൊഗേമിയയിലേക്ക് ഇങ്ങനെ പിടിപ്പിച്ചിട്ടില്ലേ, ഭയങ്കര ഭംഗിക്കാണ് സെറ്റ് ചെയ്തേക്കുന്നത്. India. Yeah. Okay, thank you. Hi. Thank you. Wow. Anyways. Nice. Rush inshallah family ആയിട്ടൊക്കെ വരണം. എന്നിട്ട് ഈ കേബിൾ കാറിന്റെ എക്സ്പീരിയൻസും കൂടെ അവരൊന്ന് അറിയിക്കണമെന്നുണ്ട് ഇൻഷാല്ല. അപ്പൊ നമ്മുടെ കേബിൾ കാർ ഇവിടുന്ന് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. ഇവിടെ നിന്ന് ഒറ്റടിക്ക് അങ്ങോട്ട് സ്പീഡ് കൂടി അങ്ങോട്ട് ഒരു പോക്കായിരിക്കും ഗൈസ്. യാ മോനെ, ഓ എന്റെ അമ്മേനായിരിക്കട്ടെ. അടിപൊളിയായിട്ടാ ആ കിട്ടിയില്ല കാഴ്ചകളൊക്കെ കാണാണ്ട. ഒരു രക്ഷയില്ല ഗൈസ്, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ വേറെ ലെവല്.
ഗൈസ് അങ്ങനെ നമ്മള് ഈ കേബിൾ കാർ വഴി ഇങ്ങനെ പോയി 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 എത്തണതാണ് ഞാൻ കാണണം എന്ന് ആഗ്രഹിച്ച എന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ആ ഗോൾഡൻ ബ്രിഡ്ജ്. എനിക്കിത് ഇപ്പൊ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാണാം. ആ അറ്റത്തിങ്ങനെ ഞാൻ കാണിച്ചു തരുന്നത്. നമ്മൾ കേറി ചെല്ലുന്ന ഏറ്റവും മേളില് ആ കൈകളിൽ ആ ബ്രിഡ്ജിലിങ്ങനെ എന്താ രസം. നിങ്ങൾക്ക് എത്രത്തോളം ഇത് കാണണമെന്ന് എനിക്കറിയില്ല. ഇതിന്റെ മാക്സിമം സൂമാണിത്. ഇനി പിന്നെ അടുത്തെത്തുമ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മളെവിടെ എത്തി നോക്കി. ഇവിടെ നിന്നുണ്ടെങ്കിൽ ഈ വിയറ്റ്നാം അത്യാവശ്യം വിയറ്റ്നാമിന്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളും കാണാം. ഉണ്ടല്ലേ, ഒരു രക്ഷയില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. മോനെ വേറെ ലെവല്. ആഹാ, അടിപൊളി. നമ്മളെ കേബിൾ കറക്റ്റ് തലകുത്തി വീഴാൻ ഇവിടുത്തെ ഒരു ചാട്ടം പോലും. ഓക്കെ, ഹായ്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്കിനി നേരെ ഗോൾഡൻ ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോകാം.
അടിപൊളിയായിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് നേരിട്ട് വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ്. അത്ര രസമായിട്ടുണ്ട് കാണാൻ. നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയല്ലേ ഈ ഒരു വ്യൂ എനിക്ക് കിട്ടില്ല. കാരണം നമ്മൾ നമ്മൾ പോകാൻ വേണ്ടി പോണത്. കാരണം ഈ ഒരു സെൽഫി വീഡിയോ വ്യൂ ഉണ്ടല്ലോ വേറെ ലെവലിൽ ഒരുപാട് ആഗ്രഹിച്ച് വന്ന സ്ഥലം. ഏരിയയാണ് മെയിൻ ആയിട്ടുള്ള വ്യൂ പോയിന്റ്. ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നല്ല കലക്കം ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഗോൾഡൻ ബ്രിഡ്ജ് കിട്ടും. കണ്ടില്ലേ ആറ്റും വരെ ഫുൾ വ്യൂ കിട്ടും. മോനെ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് പാറി പറക്കുന്ന ഗൈസ്. അതും ഗോൾഡൻ ബ്രിഡ്ജിൽ പൊളിച്ച് അടിപൊളി, ഒരു രക്ഷയില്ല ഗൈസ്. എങ്ങനെ ഒരു നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു ഫ്ലാഗുമായിട്ട് നിന്നിട്ടുള്ളവര്. അപ്പൊ അവരുടെ ഫ്ലാഗ് വാങ്ങിച്ചിട്ട് ഞാനും ഒരു ക്ലിപ്പിംഗ് എടുത്ത് ഗൈസ് ഗോൾഡൻ ബ്രിഡ്ജിലൊക്കെ വന്നിട്ട് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ പിടിച്ചിട്ടുള്ള ഒരു പ്രൗഡ് മൂവ്മെന്റ് വേറെ ലെവലിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അവർ ഭയങ്കര കമ്പനി ആയിരുന്നു. അവരൊക്കെ ആ ക്ലിപ്പിംഗ്സ് എടുത്ത് തന്നു. ഗൈസ് അങ്ങനെ കൊച്ചിയിലിരിക്കുന്ന ഞാൻ ഈ വിയറ്റ്നാമിൽ വന്ന് ഈ ഗോൾഡൻ ബ്രിഡ്ജിന്റെ കൈകളിൽ ഞാനെന്തോ തൊടട്ടെ. കാരണം അത്ര കാണണമെന്ന് ആഗ്രഹിച്ചു വന്ന കൈകളാണ്. ആ കൈകളിൽ ഞാൻ തൊടാണ്ട് പോയാൽ ശരിയാവില്ല. ആ ഒരു ആഗ്രഹവും സാധിച്ചു. ആർക്കും ഈ കയ്യിൽ തുറന്നോന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ റീൽസിന് വേണ്ടി ഇങ്ങനെ ഒരു റഷ് തൊട്ടേ, അതിനുശേഷം പിന്നെ മറ്റേ ആൾക്കാർ കംപ്ലീറ്റ് തൊട്ട് ഫോട്ടോ വീഡിയോ കിട്ടുന്നിരിക്കുന്നത്. എന്തായാലും നൈസ്, അടിപൊളി എക്സ്പീരിയൻസ്.
ഓക്കെ, അപ്പൊ നമ്മള് ഒരറ്റത്തുനിന്ന് ഈ അറ്റത്തിലേക്ക് നടന്നു വന്നു. കണ്ടില്ലേ? ഈ ഫോട്ടോ പോയിന്റ് ഏരിയ ഒരുപാട് ഉണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ, നമ്മൾ ബ്രിഡ്ജ് ഫുള്ള് ഇപ്പൊ നടന്ന് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഞാൻ ഈ ഒരു വ്യൂവില് ഇവിടെ നിന്നൊരു ഫോട്ടോ പോയിന്റ് ഈ ഭാഗത്ത് നിന്നിട്ടുള്ള ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഗോൾഡൻ ബ്രിഡ്ജ് വന്ന് കാണുക എന്നുള്ള ഒരു ആഗ്രഹവും ഞാൻ സാധിച്ചു. അൽഹംദുലില്ലാ, അടിപൊളി, ഭയങ്കര സന്തോഷമുണ്ട്. ഇന്നൊരു പ്രാവശ്യം ഫാമിലീനെ ഇതേപോലെ കൊണ്ടുവന്ന് കാണിക്കണം. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ അടുത്ത കാഴ്ചകൾ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം. ഗൈസ്, എങ്ങനെ അവിടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുപ്പിച്ചു. അവിടെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. അവര് 50,000 ഇവിടുത്തെ 50,000 കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് ഇതേപോലെ ഫോട്ടോ എടുത്ത് പ്രിന്റ് ചെയ്ത് ലാമിനേറ്റ് ചെയ്ത് തരും. ഞാനപ്പോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടതാണ്. പിന്നെ അത് അതിന്റെ കൂടെ ഈ ഫോട്ടോ ഫ്രീ ആണ്. ഫോട്ടോ എനിക്ക് പ്രിന്റ് വേണ്ടെന്ന് പറഞ്ഞു. എന്റെ പറഞ്ഞാൽ ഇല്ല, കുഴപ്പമില്ല, ഇത് ഫ്രീ ആണ്, കൊണ്ടുപോയിക്കോന്ന്. ഞാനോ പ്രിന്റ് എടുത്ത് കൈ പിടിച്ച്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇനി നമ്മൾ അടുത്ത് നടന്നിട്ടിരിക്കുന്നത് ഫ്ലവർ ഗാർഡൻ. ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഫ്ലവർ ഗാർഡൻ കൂടെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. അറിയാലോ, പ്ലാന്റ്സ് ഫ്ലവേഴ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പൊ അതും കൂടെ ഒന്ന് കാണണം. പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട് അപ്പുറത്ത്, അതും കൂടെ നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ടെന്നുള്ളത്. നടന്നേ നല്ല വെയിൽ വരുമല്ലോ, ഭയങ്കര ദാഹം. ഒരു ചോക്ലേറ്റ് മിൽക്ക് ടീ വാങ്ങിച്ചു. പിന്നെ ഇതൊരു ട്രെയിൻ സ്റ്റേഷൻ ഉണ്ടോ, ഇവിടുന്ന് ഒരു ട്രെയിൻ പോകുന്നുണ്ട്. ഇപ്പൊ ഒരു ട്രെയിൻ വിട്ടായിരുന്നു. അത് അങ്ങോട്ട് എത്തി, അവിടെ എത്തി. അതിന്റെ സ്റ്റേഷനാണത്. നോക്കാം, ഇത് പിന്നെ നോക്കാം.
എന്റെ പൊന്നും കൈസ്, ഒറ്റയടിക്ക് ക്ലൈമറ്റ് മാറിയ മാറ്റമേ. ഇപ്പതേ ഫുള്ള് ഫോഗായി, ഒരു 3-6 മൂഡ് കിട്ടാൻ തുടങ്ങി. അത്ര വെയിൽ ഇവിടെ പൊള്ളിയിട്ടില്ല. എന്തോ എന്റെ സ്കിന്നൊക്കെ ടാൻ ആയിരിക്കണേ. ഒറ്റയടിക്ക് ക്ലൈമറ്റ് ചേഞ്ച് ആയി. ഒരു അരമണിക്കൂറിൽ സംഭവിച്ചാണ്. ഇതുണ്ടല്ലേ, അപ്പുറത്തൊക്കെ ഫോഗൊക്കെ വരാൻ തുടങ്ങി. നോക്കി, എന്ത് പെട്ടെന്നാണ് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തത്. ഞാൻ മോനെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയല്ലേ, ഫുള്ള് സൺഫ്ലവറൊക്കെ. നൈസ്, അടിപൊളിയിട്ട് ഒരുപാട് നല്ല പൂർത്തിയൊക്കെ ഉണ്ട്. മഴ ഇല്ല, അവിടെ ചെറിയൊരു വാട്ടർഫോൾ എത്തിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഞാൻ പെട്ടെന്ന് ടെൻഷനായി പോയി സൗണ്ട് കേട്ടപ്പോൾ. മഴ വരാൻ തുടങ്ങി അതിന്റെ കൂടെ. സംഭവം കൊള്ളാം, നൈസ്, അടിപൊളി. ഈ ഫ്ലവർ ഗാർഡൻ വേറെ ലെവലായിട്ടുണ്ട്. ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള പൂക്കളൊക്കെ നമ്മൾ കണ്ട്. ഇനിയും ഉണ്ട് കേട്ടോ, ഇനി അപ്പുറത്തേക്ക് ഉണ്ട്. ഞാൻ നോക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. അടിപൊളി. വെറുതെ വല്ലയിടത്ത് കൂടെ പോയ മഴേനെ ഞാൻ വിളിച്ചു വരുത്തി. ഇതെന്തില്ലേ മഴ പെയ്തോണ്ടിരിക്കണേ. ഞാൻ നേരത്തെ ഇങ്ങനെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ തെറ്റിദ്ധരിച്ച് പറഞ്ഞ, പക്ഷെ അപ്പൊ തന്നെ മഴ വന്ന്. എന്താ ഇത്, പൊടിമഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട്, പൊടിയായിട്ട് ഇങ്ങനെ പെയ്യുന്നുണ്ട്. ഓക്കെ, മഴ അധികം കൂടിക്കഴിഞ്ഞാൽ പണി കിട്ടും ഗൈസ്. ഇവിടുന്ന് ഓടേണ്ടി വരും. ഇനിയും ഉണ്ട് കുറച്ചും കൂടെ കാണാൻ. കുത്തനൊരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് ഫുള്ള് താഴത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. സ്റ്റെപ്പ് ഇറങ്ങി കൊണ്ടിരിക്കണം. സ്റ്റെപ്പ് ഇറങ്ങിയിട്ടുള്ളൊരു കിടലൻ ഫ്രെയിം കാണിച്ചു തരാം. ഓക്കെ, ബാക്ക് ക്യാമറ കാണിക്കാം. ഞാൻ മോനെ കൂടി. പക്ഷേ ഫുള്ള് ഫോഗടിച്ച് ഗൈസ്, കാണുന്നില്ല. ഫുള്ള് ഫോഗടിച്ചിട്ടേ അതും പ്രതിമയും വൈറ്റ്, ഫോഗും വൈറ്റ് ആയിട്ട് എല്ലാം കൂടെ മിക്സ് ആയിപ്പോയി. ആകാശവും വൈറ്റ് ആയിട്ടിരിക്കുന്നു. എന്നാലും കൊള്ളാട്ടെ, നല്ല രസമുണ്ട്, നല്ല ഫ്രെയിം. മഴ കൂടണ ഗൈസ്, മഴ കൂടി. കറക്റ്റ് മഴ കൂടിയ ടൈമിൽ എൻ്റെ ഒരു ഭാഗ്യം നോക്കി കയറിയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി സെറ്റപ്പ് ആയിട്ടുള്ളൊരു സ്ഥലം കിട്ടി. ഇതിന് ഓപ്പോസിറ്റ് നേരെ ആ ബുദ്ധയുടെ പ്രതിമ. അടിപൊളിയുടെ നേരെ മുമ്പിൽ തന്നെ ഇരിക്കണ്ടേ. ഞാൻ പെട്ടിരിക്കണത് ഇവിടെയുള്ള ടൂറിസ്റ്റുകളൊക്കെ പോയി, എല്ലാരും ഓടിപ്പോയി. ഞാൻ ഈ കൊടും മഴ എന്ന് പറഞ്ഞാൽ ചെറിയ മഴയൊന്നുമല്ല, 1.5 മഴയാണ്.
ആ മഴയത്ത് ഞാൻ ഈ ടെന്റിന്റെ ഉള്ളിൽ പെട്ട് കേസ്. ഇവിടെ ഒന്നും ഒരു മനുഷ്യരില്ല, എല്ലാവരും ആ ടൂറിസ്റ്റുകളൊക്കെ ഓടിഞ്ഞു. ഞാനിവിടെ എന്തോ നേരത്തിൽ കയറിയിരുന്നു, പിന്നെ അറിയാലോ പെട്ടിട്ട് ഇരിക്കണിരിപ്പ. എന്നാലും കുഴപ്പമില്ല, ഇവിടെ എല്ലാവരും വൈബ് ആസ്വദിക്കാം. നോക്കി ആ സ്റ്റെപ്പിൽ കൂടെ ഒക്കെ വെള്ളം വന്നു നോക്കി, അത്ര ഹെവി മഴയാണ്. മഴ മാറിയില്ലെങ്കിൽ ഞാൻ തേഞ്ഞു കഴിച്ചു, ഞാൻ തേഞ്ഞു. ഇവിടെയും തന്നെ നനയുന്നുണ്ട്, കാറ്റടിക്കുന്നുണ്ട്. എന്റെ ബാഗെല്ലാം ഫുള്ള് നനഞ്ഞു, ബാഗൊക്കെ നനഞ്ഞിരിക്കുന്നു. ക്യാമറയും കുറച്ച് ആൾക്കാരുണ്ട്. ഇനി പതുക്കെ ക്യാമറ കെട്ടിക്കൂട്ടി വെക്കണം തൽക്കാലം. ഈ ഒരു പ്രാണിയൊക്കെ മഴയത്തുണ്ടാവുന്ന പ്രാണിയില്ല, അതൊക്കെ പറഞ്ഞ് അകത്തേക്കൊന്നും മൊത്തത്തിൽ ഞാൻ അവിടെ പെടാൻ ചാൻസ് ഉണ്ട്. കറക്റ്റ് സിറ്റുവേഷന് പറ്റിയ പാട്ടില്ല. മുദ്രയുടെ ഫ്രണ്ടിൽ നിന്നൊക്കെ ഒരു വെയിലൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചാൽ അതെടുക്കാൻ വേണ്ടിയൊക്കെ പോയതാണ്. മഴ മുറുകിട്ടൊക്കെ രക്ഷയില്ല, നനഞ്ഞ് ചീഞ്ഞു പോയി. ഞാൻ പെട്ടിരിക്കണേ 1 മണിക്കൂറായിട്ട് ഞാൻ അവിടെ പെട്ടിരിക്കുന്നത്. മഴ മാറുന്നില്ല, ഒറ്റ ടൂറിസ്റ്റുകളെ കാണുന്നില്ല. വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല ഗൈസ്, നല്ല മഴ. അങ്ങോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. അവിടെ നിന്ന് താഴത്തേക്ക് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ നോക്കി, കടന്നു നോക്കി. അയ്യോ നല്ല കടപ്പും കേട്ടെ. എവിടെന്നെങ്കിലും റെയിൻകോട്ട് വാങ്ങിക്കാനുള്ള ഒരു ഷോപ്പ് കിട്ടിയാൽ മതി. അതോ വാവോ, ഇതൊക്കെ മഴയത്ത് ഇറങ്ങുന്നത്. എൻ്റെ ക്യാമറ അടിച്ചു പോകാന്നറിയില്ല. മിക്കവാറും എൻ്റെ ക്യാമറ അടിച്ചു കൊണ്ട് ഇവിടെയൊക്കെ നോക്കി കിട്ടില്ല, വ്യൂ ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഇല്ല, മഴയത്ത് കിടന്ന് കാണിക്കാന്നല്ലാണ്ട് ഒരു വഴിയില്ല ഗൈസ്. അടിപൊളി. എന്തായാലും വന്ന് മഴയെങ്കിൽ മഴ ഷൂട്ട് ചെയ്തിട്ട് പോണുള്ളൂ. കൊള്ളാം, സൂപ്പർ. ഗൈസ് ഇതുണ്ടല്ലേ, ഒരു രക്ഷയില്ല. അടിപൊളി കാഴ്ച, നല്ല നല്ല വ്യൂ ഒക്കെ ഉണ്ട് ഇവിടെ നിന്നാ. പക്ഷേ ഇതൊക്കെ മഴയത്ത് നിങ്ങളെ കാണിക്കാനുള്ള വിധിയുള്ളു ഗൈസ്. മഴ മാറാൻ ലക്ഷണമില്ല. അയ്യാ, എൻ്റെ ക്യാമറ നിൽക്കുക അടിച്ചു പോകാനുള്ള ചാൻസുകളെല്ലാം കാണുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഞാൻ കുറേ സ്റ്റെപ്പ് കയറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പാസ്പോർട്ടൊക്കെ നനയാണ്ടിരുന്നാൽ മതി, ബാഗ് ഫുള്ള് നനഞ്ഞു. അയ്യോ ഗൈസ്, അങ്ങനെ ഞാനൊരു റെയിൻകോട്ട് വാങ്ങിച്ചു. എന്നിട്ടും അത്യാവശ്യം കുറേ എക്സ്പ്ലോർ ചെയ്ത് അവിടെ ഇവിടെയൊക്കെ പോയി. പക്ഷേ എനിക്ക് ക്യാമറ ഇപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, കാരണം നല്ല മഴ ആയതുകൊണ്ടിട്ട് ക്യാമറയുടെ ഉള്ളിൽ വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഫുള്ള് പണിയാണ്. ഇപ്പോൾ തന്നെ ലെൻസിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് വെള്ളം കയറിയിട്ട് സൈഡ് കണ്ടില്ല, ഞാൻ മങ്ങലും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. പക്ഷെ തിരിച്ച് റിട്ടേൺ താഴത്തേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് നോക്കിയാൽ സ്റ്റക്കാണ്, ആൾക്കാരൊക്കെ ഫുള്ള്. എല്ലാവരും പെട്ടിരിക്കുന്നുണ്ട് മീൻസ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്തേക്ക് ഇപ്പോൾ കേബിൾ കാർ പോകുന്നില്ല, വെതർ മോശമായത് കൊണ്ടിട്ട് അവർ തൽക്കാലത്തേക്ക് ക്ലോസ് ചെയ്ത് വെക്കുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ അത് സ്റ്റാർട്ട് ആവുന്നതാണ്. അപ്പോൾ എല്ലാവരും ബ്ലോക്കായിട്ട് ഇങ്ങനെ പെട്ടിങ്ങനെ നിൽക്കുന്നതാണ്. നമുക്കിപ്പോൾ ഇനി ഞാൻ പറഞ്ഞില്ല, മേളിലേക്ക് പോകാനാണെങ്കിൽ ഇനിയും അവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്ക് കാണാനുണ്ട്. പക്ഷെ ഫുള്ള് നനഞ്ഞ് ചെയ്യുന്നത്, പിന്നെ ക്യാമറയും അടിച്ചു പോകാനൊരു പേടിയാവും. ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. അത് നമുക്ക് താഴത്തേക്ക് പോകാം. ഇവിടുത്തെ അവസ്ഥ എന്താ നോക്കട്ടെ, ഇവിടെ ഇനി എത്രയാണ് പോസ്റ്റ് ആവുന്നൊന്നും അറിയില്ല. ഗൈസ്, അങ്ങനെ 1.5 മണിക്കൂറോളം ഈ ക്യൂവിൽ നിന്നിട്ടാണ് ഈ കേബിൾ കാറിൻ്റെ അടുത്തെത്തിയത്. കാരണം അത്രയേരം അവരത് കേബിൾ കാർ വിടുന്നുണ്ടായിരുന്നില്ല, വെതറിൻ്റെ പ്രശ്നം കൊണ്ടിട്ട്. കുറച്ച് നേരത്തിന് മുമ്പ്, ഒരു 15 മിനിറ്റ് മുമ്പാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. കേബിൾ കാർ വെതർ മൂലം സ്റ്റക്കായതിനാൽ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത് ഈ ട്രെയിനിലാണ് കേട്ടോ. എന്തായാലും നേരത്തെ ഇതിൽ കയറാണ്ട് ഞാൻ പോയതാണ്. ഇതിപ്പോൾ അതും ഒരു എന്താ പറയുക, ട്രൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എക്സ്പീരിയൻസ് ആയി. എന്തായാലും കൊള്ളാം. ഞാൻ ഇത്രയേറെ ഇവിടെ ക്യൂവിൽ നിന്ന്, ഒരുപാട് നേരത്തെ ക്യൂവിൽ നിന്ന് വെയിറ്റിങ്ങിലാണ്. ഇപ്പം അതിങ്ങനെ കുറച്ച് ആൾക്കാരെ ഒന്നിച്ചൊന്നിച്ച് കയറ്റിക്കൊണ്ട് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്.
വലിയ ക്യൂ നിന്നിട്ടാണ് നമ്മളിപ്പോൾ അതിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത്. എന്റെ പൊന്ന് ഗൈസ്, ഒരു ഇടിച്ച് കയറ്റോട് ഇത്ര നേരം ക്യൂവിൽ എന്നിട്ട് ലാസ്റ്റ് ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിട്ട് ഒരു കയറ്റുണ്ട് ഗൈസ്. ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് അത്രയും കാഴ്ച കാണാം. താങ്ക് യു. അടിപൊളി അടിപൊളി ഗൈസ്. ഓടി ഫ്രണ്ടിലുണ്ട്. എന്തായാലും കൊള്ളാം ഗൈസ്. ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. ട്രെയിൻ ഹോണൊക്കെ അടിച്ച് സ്റ്റാർട്ടായി. അടിപൊളി വ്യൂ ഗൈസ്. വേറൊരു ട്രെയിൻ വന്നത് കാണാം. മോനെ ജീവൊക്കെ കാണാൻ മാത്രമല്ല രക്ഷയിലാണ്. ഇവിടെ നിന്ന് ഇനി ഷിഫ്റ്റ്. പിന്നെ അവിടുത്തെ അത്രയും തിരക്കില്ല, കാരണം ഒരു ട്രെയിനിൽ നിന്ന് വന്നിറങ്ങിയ ആൾക്കാരെ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ടിട്ട് അത്ര വലിയ റഷ് ഉണ്ടാവില്ല. അതായത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേബിൾ കാർ കുറച്ച് ഏരിയയാണ് ബ്ലോക്കായി കിടക്കുന്നത്. അതായിട്ട് കറക്റ്റ് വർക്കിംഗ് ഇല്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നം എല്ലാം കൂടെ ആയിട്ട് എന്തോ ഒരു കംപ്ലൈൻറ്റ് വന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ട്രെയിനിൽ കൊണ്ടുവന്നിട്ട് ഒരു ഏരിയ മൊത്തം കവർ ചെയ്തിട്ട് വേറൊരു സ്റ്റേഷനുണ്ട് കേബിൾ കാറിന്. ആ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നമ്മൾ ഇറക്കി. എന്നിട്ട് അവിടുന്ന് കേബിൾ കാറിന് തന്നെ നമ്മൾ റിട്ടേൺ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത്. കേബിൾ കാർ പോയിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ക്യൂ ആണ് ഈ കാണുന്നത്.
ഗൈസ് അങ്ങനെ ഇത്ര വലിയൊരു ടാസ്ക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കേബിൾ കാറും ട്രെയിനും എല്ലാം വഴി നമ്മൾ താഴത്ത് തന്നെ എത്തി. എൻട്രൻസ് ഉണ്ട്, എൻട്രൻസിനോട് തന്നെ എത്തി. ഓക്കെ, അപ്പോൾ എന്തായാലും ഫ്രണ്ട് എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഡയറക്റ്റ് തന്നെ വന്ന് ഇവിടെ വിസിറ്റ് ചെയ്യുക. ഇത് വീഡിയോയിൽ കാണുന്ന വരുന്നതല്ല, ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ.